ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്ത് വരുന്നത്. സോ ഇതിലെ ആറാമത്തെ പാട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്ത പാട്ടുകൾ 1 മുതൽ 5 വരെ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 51 മുതലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വേണ്ടി നടന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. ST കാറ്റഗറിക്ക് വേണ്ടി നടന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് 2025 നടന്നതാണ്. ഓക്കെ, 51 മുതലുള്ള ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പ് 51 മുതലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ജസ്റ്റ് ഒരു അനലൈസ്, എത്രത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻ എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ള കേട്ടോ. 51ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. 51 റിപ്പീറ്റഡ് ആണ്. 52 പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്, ഇപ്പം അടുത്ത ഒന്നല്ല, കുറച്ച് മുമ്പാണ്. 53 മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച മലയാള നടൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. 54 കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. 54 കഥാപാത്രം ഇതിലുള്ളതൊക്കെ ഏകദേശം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. 55 കറണ്ട് അഫെയർ ആണ്, 2023 കാര്യങ്ങൾ. 56 ഈ ഒരു രീതിയിൽ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 57 ആണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളായിട്ട് അറിയാവുന്ന ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് 57. 58 പ്രീവിയസ് ആണ്, ഒളിമ്പിക്സ് ടീമിൻ്റെ. 59 ചോദിച്ചിട്ടുണ്ട്, 60 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 50 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ എനിക്ക് വന്നൊരു 6-7 ക്വസ്റ്റ്യൻസോളം പ്രീവിയസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും നമുക്ക് അതിൻ്റെ ആൻസേഴ്സും കണക്റ്റഡ് ആയിട്ട് വരുന്ന എന്തൊക്കെയാണ് ഫാക്ട്സ് എന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ടെലഗ്രാം ചാനലുണ്ട് കേട്ടോ, അല്ല ഞാൻ ലിങ്ക് താഴെയായിട്ട് കൊടുക്കാം, നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ എങ്ങനെയാണെന്നുള്ളത് കിട്ടുന്നുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, 51ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ഓക്കെ, ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇത് ആൻസർ ഏതാണ്? ആൻസർ ബോയിൽ നിയമമാണ് ആൻസർ കേട്ടോ. ഇത് എപ്പോഴും ഓർത്ത് വെക്കാവുന്നത്, ഇതേ രീതി ചോദിക്കുമ്പോൾ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കോഡുണ്ട്. കോഡല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാന്ന് വെച്ചാൽ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ ഇല്ലേ, വെള്ളമൊക്കെ തിളപ്പിക്കുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക, ബോയിൽ ചെയ്യാന്നല്ല പറയാം. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. വെള്ളമൊക്കെ തിളക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുമിളകൾ എന്ത് ചെയ്യും, മുകളിലോട്ട് വരുന്ന കാണാം. അപ്പോൾ ഈ കുമിളകൾ വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ബോയിൽ നിയമമാണെന്നുള്ളത് എന്ത് ചെയ്യും, അവിടെ കിട്ടും. ശരിക്കും അങ്ങനെയല്ല കേട്ടോ, അതിൻ്റെ ആൻസർ വരുന്നത് ആ ഒരു രീതിയിലൊന്നല്ല, ഞാനത് കണക്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പം ഇതെന്താ ഇതിൽ വരുന്ന ഉദ്ദേശിക്കുന്നത് എന്നാണ്, അതായത് ബോയിൽ നിയമത്തിൽ പറയുന്നത് പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധമാണ്. ഓക്കെ, വോളിയവും പ്രഷറും എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് അക്വേറിയത്തിൻ്റെ താഴെ നടന്നത് എപ്പോഴും പ്രഷർ കൂടുതലായിരിക്കും, അപ്പോൾ ചെറിയ ബബിളേ ഉണ്ടാവും അല്ലേ, വോളിയം ചെറുതായിരിക്കും ബബിളിൻ്റെ. അതിന് മുകളിലോട്ട് വരുന്നപ്പോൾ അതിൻ്റെ വലുപ്പം കൂടി വരും. ഓക്കെ, വലുപ്പം കൂടി വരും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ പ്രഷർ കുറഞ്ഞു വരുന്നതുകൊണ്ടാണ്. പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടി വരും, ആ ബബിളിൻ്റെ വോളിയം വലുപ്പം കൂടി വരും. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഓർത്തുക്കേണ്ട ഒരു നിയമം കൂടിയുണ്ട്, ചാൾസ് നിയമം. ചാൾസ് നിയമം ഏതൊക്കെ തമ്മിലാണ്, വിയും ടിയും, അതായത് വോളിയവും ടെമ്പറേച്ചറും, വ്യാപ്തവും താപവും ടെമ്പറേച്ചറും തമ്മിലുള്ള എന്താണ്, താപനിലയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത് വി പ്രൊപ്പോർഷണൽ ടു ടി ആയിരിക്കും എല്ലായ്പ്പോഴും. ഓക്കെ, ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് നോക്കാം. ടി വിയിലാണ് നമ്മളെ എപ്പോഴും എന്താ, ചാർലി എന്നുള്ള സിനിമ എപ്പോഴും കണ്ടിട്ടുള്ളത് ടി വിയിലാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ അവിടെ കൊടുത്താൽ തന്നെ ചാൾസ് നിയമം ടിയും വിയും തമ്മിലുള്ള കണക്ഷൻ എന്ത് ചെയ്യും, അവിടെ ഒന്ന് കിട്ടും. കാരണം ഇതൊക്കെ ഇങ്ങനത്തെ 2-3 കെമിസ്ട്രിയിലുള്ള 2-3 നിയമങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ അത് കൺഫ്യൂസിങ് ആണ് ചിലതൊക്കെ. അതേപോലെ അടുത്തൊന്നുണ്ട് എന്താ, അവഗാഡ്രോ നിയമം കേട്ടോ. അവഗാഡ്രോ നിയമം എന്താ, ഏതൊക്കെ തമ്മിലുള്ള വ്യാപ്തവും മോളുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. അത് ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, വ്യാപ്തവും മോളുകളുടെ എണ്ണം തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്താ നിയമം ഏതാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ അവഗാഡ്രോ നിയമമാണ് അവഗാഡ്രോ നിയമമാണ് വി പ്രൊപ്പോർഷണൽ ടു എൻ ആയിരിക്കും എപ്പോഴും. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ, പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാക്കനാടാണ് കേട്ടോ, കാക്കനാട് പ്രസ് അക്കാദമി. എപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കാം. ഇപ്പോൾ എപ്പോഴും നമ്മളെ പുറത്തിങ്ങനെ സൗണ്ട് എടുത്ത് നമ്മളെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് കാക്കയാണ്, അത് പ്രസ് അക്കാദമി, പ്രസ്സാണ് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് എന്നുള്ള രീതി ഓർത്ത് വെച്ചാൽ എന്ത് കിട്ടും, പ്രസ് അക്കാദമിയുടെ സ്ഥാപനം കാക്കനാടാണെന്ന് കിട്ടും. ഇനി പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ടെന്ന് അറിയാം. ഒന്ന്, കേരളത്തിലെ ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ്. കേരളത്തിലെ ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ്സാണ് ഇത് CMS പ്രിൻറ്റിംഗ് പ്രസ് കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ആരാണ് സ്ഥാപിച്ചത്? ബെഞ്ചമിൻ ബെയ്ലി. 1821 എന്ത് ചെയ്യുന്നത്, ബെഞ്ചമിൻ ബെയ്ലി CMS പ്രസ് സ്ഥാപിക്കുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ഫാക്റ്റാണ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ 53 മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആര്? ഓക്കെ, ഇതൊക്കെ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് സിലബസിൽ ഒരു സെക്ഷൻ എന്താണ് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. ഓക്കെ, ആ സെക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിൽ ഏറ്റവും ഈ ആർട്സിൽ വരുന്നതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള നടൻ ആരാ? PJ ആൻ്റണി കേട്ടോ, PJ ആൻ്റണിയാണ്. ഇനി PJ അതവിടെ നിൽക്കട്ടെ. ആദ്യ ചിത്രം ഏതാ ദേശീയ അവാർഡ് കിട്ടുന്ന മലയാള ചിത്രം? ദേശീയ അവാർഡ് കിട്ടുന്ന മലയാള ചിത്രം ചെമ്മീനാണ്, 1965. ഇനി ആദ്യ സംവിധായകൻ, അതായത് ദേശീയ അവാർഡ് കിട്ടുന്ന ആദ്യ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. ഓക്കെ, സ്വയംവരം എന്നുള്ള ചിത്രത്തിന്. ഇനി ആദ്യത്തെ നടൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, PJ ആൻ്റണിയാണ്. വേണേൽ അദ്ദേഹത്തിന് ഏത് ചിത്രത്തിലാണ് കിട്ടിയെന്നുള്ളതെങ്ങാണോ അറിയണമെങ്കിൽ നിർമാല്യം. ഓക്കെ, ഇത് ബേസിക്കായിട്ടുള്ള വളരെ ബേസിക്കായിട്ടുള്ള ഫാക്ടറാണ്. ഇത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചു നോക്കണം. ചിത്രമൊക്കെ ഇടയ്ക്ക് മുമ്പൊക്കെ ചോദിക്കാറുണ്ട്. ചെമ്മീൻ ആണ് എന്ത് ദേശീയ അവാർഡ് ലഭിച്ച ചിത്രം, ഫസ്റ്റ് ചിത്രം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ് ശരിയെന്നുള്ളതാണ്. 1 മൈമോൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. ഇത് എപ്പോഴും നിങ്ങൾ പഠിച്ചേക്കണ്ട. OV വിജയൻ്റെ എപ്പോഴും ചോദിക്കാറുള്ളൊരു ബുക്കാണ് ഇത്, ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസം. ഈ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളെ എപ്പോഴും ചോദിക്കാറുണ്ട്, കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിലെ ഒരു കഥാപാത്രമാണ് ഇത് മൈമൂൻ. അപ്പോൾ ഒന്ന് ശരിയാണെന്നുള്ള മനസ്സിലായി. രണ്ടാമത്തെ നോക്കി, സ്മാരകശിലകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമൂന. അപ്പോൾ അത് തെറ്റാണ്. മൂന്നാമത്തതോ പുനത്തിൽ കുഞ്ഞബ്ദുള്ള സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രമാണ് മൈമൂന. അപ്പോൾ അതും തെറ്റാണ്. ഇതിലൊന്ന് മാത്രമാണ് ശരി. ഓക്കെ, ഒന്ന് മാത്രമാണ് ഇതിൽ ശരി. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഓർത്ത് വെക്കേണ്ട ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഈ കഥാപാത്രങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. ആര്? രവി, അപ്പുക്കിളി, നൈസാമലി, അള്ളാപ്പിച്ച മൊല്ലാക്ക, അതേപോലെ മൈമൂൻ. ഓക്കെ, രവി, അപ്പുക്കിളി, നൈസാമലി, അള്ളാപ്പില്ല മൊല്ലാക്ക, പിന്നെ മൈമൂൻ. ഇത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലാണ്. ഇനി കോമൺ ആയിട്ട് ചോദിക്കുന്ന ചിലതുണ്ട്. അപ്പുണ്ണി, 4 കെട്ടിലെ ആണ് ഏത്? അപ്പുണ്ണി. ഓക്കെ, അതേപോലെ ഇന്ദുലേഖയിലെ കഥാപാത്രമാണ് സൂരി നമ്പൂതിരിപ്പാടും പഞ്ചുമേനോനും മാധവനൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ കോമൺ ആയിട്ട് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വെള്ളായപ്പൻ ഏത് കഥയിലെ കഥാപാത്രമാണ്? കടൽ തീരത്ത് എന്നുള്ള സാഹിത്യകൃതിയിലെ കഥാപാത്രമാണ് ഇത്, വെള്ളായപ്പൻ. ഇനി 55 കറണ്ട് അഫെയർ ആണ്. എന്നാൽ ഞാനത് പറയാം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്നല്ല കേട്ടോ, അത് ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ, അങ്ങനെയാണത് വരുന്നത് എന്ന സാഹിത്യ പഠനം എഴുതിയതാണ് EV രാമകൃഷ്ണൻ കേട്ടോ. EV രാമകൃഷ്ണനാണ്. നിങ്ങൾ തൽക്കാലത്തേക്ക് 2024 എന്തായാലും ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ 2024 പഠിച്ചു നോക്കാം. 2025 വരുമ്പോൾ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ഏതാണ് വരുന്നത് എക്സാം എഴുതുമ്പോൾ അത് പഠിച്ചു നോക്കാം. 2025 പിങ്കളാക്ഷനി കേട്ടോ, പിങ്കളകേശിനി ആണ് K ജയകുമാറിൻ്റെ 2024 അവാർഡ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. പിങ്കളകേശിനി K ജയകുമാർ. 56ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഒന്നാമത്തെ, ഷാജി എൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. കറക്റ്റാണ് കേട്ടോ. ഷാജി എൻ കരുണൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹത്തിനൊക്കെ പഠിച്ചു നോക്കണം. 1989 മികച്ച സിനിമയ്ക്ക് സംവിധായകനുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. അതും ശരിയാണ്. ഇനി G അരവിന്ദന് ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് പിറവി. അതല്ല, അത് തെറ്റാണ്. 1, 2 മാത്രമാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത് കേട്ടോ. 1, 2 മാത്രം. ഇതിൽ പറയുകയാണെങ്കിൽ 1989 എന്ത് ചെയ്യുന്നത്, ഈ നാഷണൽ ഫിലിം അവാർഡ്സിലാണ് ഇത് കിട്ടുന്നത്. അന്നത്തെ നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം, അതിൻ്റെ ഗോൾഡൻ ലോട്ടസ് അവാർഡ്. ഓക്കെ, അത് ഷാജി എൻ കരുണാണ് കിട്ടുന്നത്. ബെസ്റ്റ് ഡയറക്ടറായിട്ട് ഷാജി എൻ കരുണാണ് കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ അന്നാണ് ബെസ്റ്റ് ആക്ടറായിട്ട് കിട്ടിയത് ആർക്കാ? പ്രേംജി കേട്ടോ. അതും ഈ പിറവി എന്നുള്ള ചിത്രത്തിലെ അഭിനയത്തിലാണ് പ്രേംജിക്ക് അന്ന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുന്നത്. ഇനി G അരവിന്ദൻ്റെ കേസ് പറയുകയാണെങ്കിൽ G അരവിന്ദന് ഉത്തരായനം എന്നുള്ള സിനിമയിലാണ് കേട്ടോ G അരവിന്ദന് എന്ത് ചെയ്യുന്നത് ബെസ്റ്റ് ഫീച്ചർ ഫിലിം അവാർഡ് കിട്ടുന്നത്. ഓക്കെ, ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ മലയാളം ഉത്തരായനായിരുന്നു. അതിൻ്റെ ബെസ്റ്റ് ഡയറക്ഷൻ അന്ന് കിട്ടിയത് കാഞ്ചനസീത. ഓക്കെ, G അരവിന്ദൻ. ഇനി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമയാണ് ഇത്, പിറവി. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമയാണ് പിറവി. ഓർത്തോക്കണേ, പിറവിയിലെ അഭിനയത്തിനാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, പിറവിയിലെ അഭിനയത്തിനാണ് എന്ത് ചെയ്യുന്നത് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആർക്ക് കിട്ടിയത്? പ്രേംജിക്ക് കിട്ടിയത്.
ഇനി 57 ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ബാറ്റ്സ്മാൻ ആരാ? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കി ആരാന്നുള്ളത്. നിർബന്ധമാണ്. ഇതൊക്കെ ഏറ്റവും ക്രിക്കറ്റിലൊക്കെ ചോദിക്കുന്ന ഏറ്റവും ബേസിക് ക്വസ്റ്റ്യനാണ്. സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇതിൻ്റെ ആൻസർ. ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ബാറ്റ്സ്മാൻ. ഇനി സച്ചിനായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ കുറേ കാര്യങ്ങൾ ഓർത്ത് വെക്കാണ്ട് ഏറ്റവും ഫ്രഷായിട്ട് ഓർത്ത് വെക്കേണ്ടത്, ബേസിക്കായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമാണെന്ത്, ഭാരതരത്ന നേടിയ ആദ്യത്തെ കായിക താരമാണ് സച്ചിൻ. ഇനി രാജീവ് ഗാന്ധി കേരളത്തിന് അവാർഡ് നേടിയ ആദ്യത്തെ കായിക താരവും ആര് തന്നെയാണ്? ഈ സച്ചിനാണ്. സച്ചിൻ്റെ ഓട്ടോബയോഗ്രഫി ഉണ്ട് കേട്ടോ, പ്ലേയിങ് ഇറ്റ് മൈ വേ. ഓർത്ത് വെക്കണേ, പ്ലേയിങ് ഇറ്റ് മൈ വേ. അതൊക്കെ ബുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ഈ 2 ബുക്കുകൾ ഇതായിരുന്നാ, സ്ട്രേറ്റ് ഫ്രം ദി ഹാർട്ടും ബൈ ഗോഡ്സ് ഡിഗ്രിയും. നമ്മുടെ ഓപ്ഷനിലുള്ള ഒരു വ്യക്തിയുടെ ഓപ്ഷനിലുള്ള കപിൽ ദേവ്. ഓക്കെ, കപിൽ ദേവിൻ്റെ ബുക്കുകളാണ് ഇത്. ഈ 2 താഴെ കൊടുത്തിരിക്കുന്ന സ്ട്രേറ്റ് ഫ്രം ദി ഹാർട്ടും ബൈ ഗോഡ്സ് ഡിഗ്രിയും. അതും ചോദിച്ചിട്ടുണ്ട് മുമ്പ്. 58ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ്? ജയ്പാൽ സിംഗ് കേട്ടോ. അതിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഒളിമ്പിക്സിൽ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നായകൻ ജയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ജയ്പാൽ സിംഗ് എന്നുള്ളത്. ഇനി ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായിട്ട് സ്വർണം നേടിയത് എന്ത് ഐറ്റത്തിനാണ്? ഹോക്കിയിലാണ് കേട്ടോ. ഹോക്കിയിലാണ് ഏറ്റവും കൂടുതൽ നേടുന്നതും. ഇനി ഹോക്കിയിൽ നമ്മൾ കേരളക്കാരൻ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യം മലയാളി PR ശ്രീജേഷ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി പ്രാവശ്യം ഇപ്പം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. 2016 റിയോ ഒളിമ്പിക്സിൽ കേട്ടോ. ഇനി ധ്യാൻ ചന്ദ്, നമ്മൾ അതിലെ കണ്ടു, ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻ ചന്ദ്. ഹോക്കി മാന്ത്രികൻ എന്നാണ് ആരറിയപ്പെടുന്നത്? ധ്യാൻ ചന്ദ് അറിയപ്പെടുന്നത്. ധ്യാൻ ചന്ദിൻ്റെ ആത്മകഥയാണ് ഏത്? ഗോൾ. ഓർത്ത് വെക്കണേ, ഗോൾ ആരുടെ ആത്മകഥയാണ്? ധ്യാൻ ചന്ദിൻ്റെ. അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേറ്റ് ആയിട്ടുള്ള ഓഗസ്റ്റ് 29 ഇന്ത്യയിലെ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഓർത്ത് വെക്കണം, ഓഗസ്റ്റ് 29. എല്ലാം ചോദിക്കുന്നുണ്ട്. ഇതിലുള്ള എല്ലാ ഫാക്ട്സും എന്ത് ചെയ്യാറുണ്ട്? സ്ഥിരമായിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. ഇനി 59 മുതൽ ഇനി നമുക്ക് IT ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നാണ്? പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് ആ സമയം ബ്രൗസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓപ്ഷൻ C ആണ് അതിൻ്റെ ആൻസർ. അതായത് ബ്രൗസിംഗ് ഹിസ്റ്ററി എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുക്കീസ് ഇവകൾ സംഭരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് മോഡ് ഉപയോഗിക്കുന്നത് ആ ടൈമിൽ. റെഡി? അടുത്തത് 60ാമത്തെ ക്വസ്റ്റ്യൻ, HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ്. HTML ടാഗ് ചിലതൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. 1-2 നിങ്ങൾ പഠിച്ചു നോക്കണം. ഒരു 3-4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എപ്പോഴും HTML ടാഗ് ഏകദേശം ഫുൾ ഇപ്പം നോക്കി പിക്ചർ, ഇമേജ് ഇതുപോലെ ഒരിക്കലും ആയിരിക്കില്ല, ഒരു ഷോർട്ട് ഫോം ആയിരിക്കും. അപ്പം ചിത്രത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? ഇമേജാണ് കേട്ടോ. IMG. ഇമേജ് അല്ല, IMG. ഇമേജ് എന്ന് ഞാൻ പറഞ്ഞതാണ്. IMG എന്നാണ് ഉപയോഗിക്കുന്ന ടാഗ്. ഇനി പാരഗ്രാഫ് ഏതാ? P. ഓക്കെ, പാരഗ്രാഫ്. അടുത്തത് U എന്ന് വെച്ചാൽ ഏതാ? അണ്ടർലൈൻ കേട്ടോ. മറന്നു വന്ന അണ്ടർലൈൻ. B എന്ന് വെച്ചാൽ ഇത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ എടുത്ത് പറഞ്ഞത്. ബോൾഡ്, ടെക്സ്റ്റ് ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബോൾഡ് ടെക്സ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് B. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഇത്രയും ഓർത്ത് നോക്കാം. ഇത്രയാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് 61 മുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. 61 മുതൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിലേക്ക് ചെയ്യാം.